വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إني أعوذ بك أن أشرك بك شيئا وأنا أعلمه ونستغفرك لما لا أعلمه. സഹോദരങ്ങളെ, ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവം എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഹബ്ബുൽ ബിലാദ് ഇലല്ലാഹി അൽ മസ്ജിദ്. അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം പള്ളികളാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഗദുൽ ബിലാദ് ഇലല്ലാഹി അസ്വാഖുഹ. അള്ളാഹു ഏറ്റവും വെറുക്കപ്പെടുന്ന സ്ഥലം ഭൂമിയിൽ അങ്ങാടികളാണ്. അപ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട പല ആളുകളും ഇതേ അങ്ങാടിയിൽ പോയിട്ട് കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം തേടിയവരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും ഉന്നത അനുയായിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നത്, കാന അബൂബക്കറിൻ അത്ജർ ഖുറൈശ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഖുറൈശികളിൽപ്പെട്ട ഏറ്റവും നല്ല കച്ചവടക്കാരൻ. അപ്പോൾ അവരെല്ലാം ഇതേ അങ്ങാടിയിൽ പോയിട്ട് സമയം ചെലവഴിച്ച് ഉപജീവന മാർഗം തേടിയവരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിന് ശേഷം അവരാരും അങ്ങാടി ഉപേക്ഷിച്ച് പള്ളിയിലേക്ക് പോയതായിട്ടോ അല്ലെങ്കിൽ കച്ചവടം ഉപേക്ഷിച്ചതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ എന്തർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്? നമുക്കറിയാം, പള്ളിയിൽ ഒരാൾ പോകുന്നത് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്. ഇപ്പോൾ നമസ്കാരം, അതേപോലെ തന്നെ ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത്, അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് സ്മരണ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ, ഇതെല്ലാമാണ് ഒരാൾക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ അന്തരീക്ഷത്തിൽ ചെലവഴിക്കുന്ന സമയം അത്രയും അയാൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കും. അതേസമയം നമ്മൾ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് പോകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ദുനിയവിയായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണക്ക് ചില രൂപത്തിൽ അവിടെ ഭംഗം സംഭവിക്കും എന്നുള്ളതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അങ്ങാടിയെ സംബന്ധിച്ച് നമ്മളെ നിരുത്സാഹപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. നമുക്ക് തന്നെ അറിയാൻ സാധിക്കും, നമ്മുടെ പലപ്പോഴും നമ്മൾ അങ്ങാടിയിലാണ് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം അറിയുന്നതൊക്കെ നമ്മൾ അങ്ങാടിയിൽ പോകുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെലവഴിക്കുന്ന സമയം പലപ്പോഴും നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മൾ അകറ്റാൻ കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സദസ്സ് അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു പ്രദേശം അത് എത്ര വലുതാണ്, നമ്മുടെ കണ്ണിൽ എത്ര വലുതാണെന്ന് തോന്നിയാലും അവിടെ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത ഒരു സദസ്സാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കണ്ണിൽ യാതൊരു വിലയുമില്ല. അതേസമയം ഒരു സദസ്സ് എത്ര ചെറുതാണെങ്കിലും അവിടെ അള്ളാഹുവിനെ കുറിച്ച് സ്മരണ നിലനിൽക്കുന്ന ഒരു സദസ്സാണെങ്കിൽ ആ സദസ്സിലേക്ക് റഹ്മത്തിന്റെ മലായിക്കത്തുകളെ ഇറക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത ഏതെങ്കിലും ഒരു സദസ്സിൽ നമ്മൾ കുറേ സമയം പങ്കെടുത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു ഫീലിങ്ങും, അതേപോലെ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന ഏതെങ്കിലും ഒരു സദസ്സ്, ഏതെങ്കിലും ഖുർആൻ പ്രഭാഷണം എന്തെങ്കിലുമൊക്കെ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഫീലിങ്ങും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ആ ചിന്തിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഈ ഹദീസിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൻ്റെ സത്യസന്ധത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ സൃഷ്ടാവ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ലോകവും മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന പരലോകവും രണ്ടും സൃഷ്ടിച്ചത് അള്ളാഹുവിനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യവും അതേപോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ലോകത്തിൻ്റെ അതിൻ്റെ പൂർണ്ണ രൂപവും എല്ലാം അറിയാവുന്നത് അള്ളാഹു എന്നുള്ള നമ്മുടെ സൃഷ്ടാവിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ണിൽ ഈ ദുനിയാവ് എന്നുള്ളത് ഒരു കൊതുകിൻ്റെ ചിറകിനോളം പ്രാധാന്യമുണ്ടായിരുന്നെങ്കിൽ, വിലയുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന കാഫിറിന് ഒരു ഇറ്റ് വെള്ളം അള്ളാഹു കുടിപ്പിക്കില്ലായിരുന്നു. തുർമുദി ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. അതായത് അള്ളാഹുവിൻ്റെ കണ്ണിൽ ഈ ദുനിയാവ് എന്നുള്ളത് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും വിലയില്ല. കൊതുകിൻ്റെ ചിറക് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഭാരം കുറഞ്ഞതും അല്ലെങ്കിൽ ഒരു മൂല്യം ഇല്ലാത്തൊരു സാധനം നമ്മുടെ കണ്ണിൽ. അത്ര പോലും വിലയില്ലാത്തൊരു സാധനമാണ് അള്ളാഹിൻ്റെ കണ്ണിൽ ദുനിയാവ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ പ്രാധാന്യം നൽകുന്നത്, നമ്മൾ പിറകെ ഓടുന്നതെല്ലാം ഈ ദുനിയാവിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ദുനിയാവ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിലെ ആഖിറത്തുമായിട്ട്
അതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ദുനിയാവ് ഒന്നുമല്ല എന്ന് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ ഫസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദിക്റൻ കസീറ, നിങ്ങൾ എന്നെ കൂടുതൽ കൂടുതൽ സ്മരിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഖുർആനിലെ നിരവധി സ്ഥലങ്ങളിലെല്ലാം നമ്മളെ തഖ്വ കൈവരിക്കാനും അള്ളാഹുവിനെ സൂക്ഷിക്കാനും എല്ലാം അള്ളാഹു നിരന്തരം നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ദുനിയാവിൻ്റെ പുറകെ പോകും എന്ന് അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മളെ സൃഷ്ടിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നമുക്ക് രണ്ട് ശരീരങ്ങളുണ്ട്. രണ്ട് ശരീരം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമ്മുടെ ആത്മീയ ശരീരം, ഒന്ന് നമ്മുടെ ഈ ഭൗതിക ശരീരം. ഈ രണ്ട് ശരീരത്തോടു കൂടെയാണ് നമ്മൾ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഭൗതിക ശരീരം എന്നുള്ളത് നമ്മൾ ഈ കാണുന്ന ഈ ശരീരം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന നമ്മുടെ ശരീരമാണ് ഭൗതിക ശരീരം. അതേപോലെ തന്നെ ആത്മീയമായിട്ട് നമുക്കൊരു ശരീരമുണ്ട്. നമ്മുടെ മനസ്സ്, അതേപോലെ തന്നെ റൂഹ് എന്നൊക്കെ പറയുന്നത് ഉൾക്കൊണ്ട ആത്മീയമായിട്ടുള്ള ഒരു ശരീരവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭൗതിക ശരീരം, അതായത് നമ്മൾ ഈ കാണുന്ന ശരീരം തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന ലോകത്ത്, അതായത് ദുനിയാവിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കും. അതേസമയം ആത്മീയ ശരീരം അടിസ്ഥാനപരമായിട്ട് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആഖിറത്തിലേക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലേക്കുമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം, ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഒരു പ്രയാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ പാപത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ട് പാപത്തെ നിർവചിച്ചൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പാപം എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്താണ്, അതാണ് പാപം. സുബ്ഹാനല്ലാഹ്, വളരെ വ്യക്തമായിട്ടുള്ള വിശദീകരണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണോ എന്നുള്ളത് നമുക്ക് ഏതൊരു പണ്ഡിതൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും അത് തെറ്റാണോ അല്ല എന്നുള്ളത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ള ഒരു അലാറമാണ്. യഥാർത്ഥത്തിൽ നമ്മളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ള ഒരു അലാറമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ നമ്മളെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഈ ഒരു ചിന്തയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിക്ഷേപിച്ചതാണ്. പക്ഷെ ഒരാൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിരന്തരം അതിനെ അവഗണിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം, അതായത് നമ്മുടെ ഈ ഭൗതിക ശരീരം വലിക്കുന്ന അതേ രൂപത്തിലേക്ക് പിന്നീട് ആത്മാവും പോകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം തെറ്റിൽ മാത്രമായിട്ട് മുഴുകി ജീവിക്കുക, അവസാനം അയാൾ നരകാവകാശിയാകുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, രണ്ട് ശരീരമാണ്. യഥാർത്ഥത്തിൽ നമ്മളെന്നുള്ളത് ഈ ഭൗതിക ശരീരമല്ല നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മൾ ആത്മീയ ശരീരമാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആത്മാവിനെ സൃഷ്ടിച്ചു. സുബ്ഹാനല്ലാഹ്, അതായത് അവസാനമായിട്ട് ഈ ഭൂമി യൗമുൽ ഖിയാമക്ക് തൊട്ട് മുമ്പായിട്ട് അവസാനമായിട്ട് ജനിക്കാൻ പോകുന്ന ഒരു മനുഷ്യനടക്കമുള്ള മുഴുവൻ മനുഷ്യരുടെയും ആത്മാവ്, നിങ്ങളെയും എൻ്റെയും എല്ലാ ആത്മാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയും മുഴുവൻ ആത്മാക്കളെയും നിരത്തി നിർത്തിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തുൽ അറാഫിൽ നമ്മൾ കാണുന്നുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? അപ്പം ഈ ആത്മാക്കൾ എല്ലാവരും അവിടെ വെച്ചുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു, ബല, അതെ നീയാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്കറിയാം, ലോകത്തിലെ ഏത് നാഗരികതയുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും എല്ലാവരും അടിസ്ഥാനപരമായി ദൈവവിശ്വാസികളായിരിക്കും. അപ്പം പലപ്പോഴും ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പറയാറുണ്ട്, പ്രപഞ്ചത്തിലുള്ള ചില പേടിപ്പിക്കുന്ന പ്രതിഭാസങ്ങളിൽ നിന്ന് രൂപമെടുത്താണ് ദൈവവിശ്വാസം എന്നവർ പരിഹസിച്ചുകൊണ്ട് മതവിശ്വാസികൾക്കെതിരെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഏറ്റവും പുരാതനമായിട്ടുള്ള നാഗരികതയുടെ ചരിത്രം മുതൽ ഇന്ന് ഏറ്റവും നൂതനമെന്ന് നമ്മൾ കരുതുന്ന ഈ ശാസ്ത്രീയ യുഗത്തിൽ പോലും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു അതായത് ദൈവവിശ്വാസം കൂടി വരിക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ ഫിത്രത്താണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം. ഈ ഫിത്രത്ത് ലഭിക്കാനുള്ള കാരണം ഈ ഒരു സാക്ഷ്യമാണ്. അതായത് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നുള്ളത് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ആത്മാവ്, അതായത് യഥാർത്ഥത്തിലുള്ള, അപ്പോൾ ഞാൻ മുഹമ്മദ് ആണെങ്കിൽ യഥാർത്ഥത്തിലുള്ള മുഹമ്മദ് എന്നുള്ളത് ആ ആത്മാവാണ്. ഈ ആത്മാവാണ് പിന്നീട് മലക്ക്, നമ്മുടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്, 40ാമത്തെ ദിവസം ഈ റൂഹുമായിട്ട്, അതായത് യഥാർത്ഥത്തിലുള്ള ഈ മുഹമ്മദ് എന്ന വ്യക്തിയുമായിട്ട് മലക്ക് വന്നിട്ട് നമ്മുടെ ഭൗതിക ശരീരത്തിലേക്ക് ഈ റൂഹിനെ നിക്ഷേപിക്കും. അവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീടുള്ള ജീവിതകാലം മുഴുവനും
ഈ രണ്ട് ശരീരങ്ങൾ, അതായത് ഒന്ന് ഭൗതിക ശരീരവും ആത്മീയ ശരീരവുമായിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ മരണം സംഭവിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള നിങ്ങൾ നിങ്ങളുടെ ഈ ഭൗതിക ശരീരത്തിൽ നിന്നും പുറത്തു പോവുകയാണ്. ഏതുപോലെ വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഈ പാമ്പിനെ സംബന്ധിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പാമ്പ് പടം പൊഴിച്ചു പോകുന്ന ഒരു ഇത് കേട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഈ പാമ്പിൻ്റെ പടം കാണുന്ന സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ നമ്മൾ പാമ്പാണെന്ന് കരുതി അതിൻ്റെ അടുത്ത് അതിനെ അടിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ കാണും എന്താ, പാമ്പിൻ്റെ പടം മാത്രമാണ്, യഥാർത്ഥത്തിൽ പാമ്പ് അവിടെ ഇല്ല. അതേപോലെ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവാകുന്ന നമ്മൾക്ക് നൽകിയ ഒരു കവറിങ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഭൗതിക ശരീരം എന്നുള്ളത്. ഈ ഭൗതിക ശരീരത്തിൽ നിന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത് മരണസമയത്താണ്. അതുകൊണ്ടാണ് മരണം എന്നുള്ളത് ഇന്നും ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രതിഭാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻനിരയിലുള്ള ഒന്നാണ് ഈ ഉറക്കും മരണമൊക്കെ. കാരണം വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഭൗതിക ശരീരവുമുണ്ട്, ജീവനും അതേ രൂപത്തിൽ മനുഷ്യന്റെ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് നമുക്കത് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട്. അപ്പം ഭൗതിക ശരീരത്തെ ഉപയോഗിച്ച്, അതായത് നമ്മുടെ മുഖം മൂടി അവിടെ ഇട്ടുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സന്ദർഭമാണ് മരണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നമ്മുടെ മുഖം മൂടി ഇവിടെ ഇട്ടുകൊണ്ട് നമ്മൾ പുറത്തു പോകുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ മരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾ ഖബറിലേക്ക് അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം വിളിച്ചു പറയും, നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹം വിളിച്ചു പറയും എന്ത്, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയും. ചീത്ത മനുഷ്യനാണെങ്കിൽ അദ്ദേഹം എന്നെ കൊണ്ടുപോകരുതെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിളിച്ചു പറയുന്ന അവരുടെ ഈ അട്ടഹാസം എങ്ങാനും മനുഷ്യൻ കേട്ട് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അത് കേൾക്കും, മനുഷ്യനൊഴികെ. മനുഷ്യനെങ്ങാനും കേൾക്കാനുള്ള ശക്തി അള്ളാഹു നൽകിയിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ഖബറിന്റെ അടുത്തേക്ക് പോകില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്ന യഥാർത്ഥത്തിലുള്ള നമ്മൾ അപ്പോഴും മരിക്കുന്നില്ല, മറിച്ച് അള്ളാഹുവിലേക്ക് നമ്മളെ ഈ ഭൗതിക ശരീരമാകുന്ന മുഖംമൂടി നമ്മൾ അഴിച്ചു വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സന്ദർഭം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള മരണം. പിന്നീട് നമ്മൾ ഖബറിൽ ഉള്ള കാലം അത്രയും നമുക്ക് ശിക്ഷയും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും. അവിടെ വെച്ചുകൊണ്ട് നല്ല ആളുകൾക്ക് നല്ല കാഴ്ചയും നല്ല ആളുകൾക്ക് സ്വർഗീയ ലോകത്തെ സംബന്ധിച്ചുള്ള കാഴ്ചയും ചീത്ത ആളുകൾക്ക് അദാബും എല്ലാം ശിക്ഷയുണ്ട് എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നീട് എന്താ സംഭവിക്കുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ മരണപ്പെടുന്നത് യഥാർത്ഥത്തിൽ എല്ലാം മരണപ്പെടുന്നൊരു സമയം കാഹളത്തിൽ ഊതപ്പെടുന്ന അവസാനമായിട്ട് കാഹളത്തിൽ ഊതപ്പെടുന്നതോടെ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും മരണപ്പെടും. കുല്ലുമൻ അലൈഹ ഫാൻ വയബഖ വജ്ഹി റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, സൂറത്ത് റഹ്മാൻ. അപ്പോൾ ആ സമയത്ത് പ്രപഞ്ചത്തിലുള്ള മുഴുവനും മലക്കുകളും മനുഷ്യരും ജിന്നുകളും എല്ലാം മരണപ്പെടുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈ ആത്മാവും അവിടെ വെച്ചുകൊണ്ട് മരണം രുചിക്കും, അതായത് മരണപ്പെടും. ആ മരണപ്പെട്ടതിന് ശേഷം അള്ളാഹു വീണ്ടും നമ്മളെ പുനർജനിപ്പിക്കും. ഈ പുനർജനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പുനർജനിക്കുന്നത് വെറും ആത്മാവല്ല, നമ്മുടെ ഈ രണ്ട് ശരീരവും കൂടി ചേർന്നുകൊണ്ടാണ് പിന്നീട് നമ്മൾ പുനർജനിക്കുന്നത്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മാവിൻ്റെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ഭൗതിക ശരീരത്തെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കൈ ഉയർത്തണമെന്ന് കരുതിയാൽ എനിക്ക് കൈ ഉയർത്താൻ സാധിക്കും. ഞാൻ ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ മനസ്സിൽ മനസ്സെന്ന് പറഞ്ഞാൽ ഈ ആത്മീയ ശരീരത്തിൻ്റെ ഭാഗമാണ്. മനസ്സിൽ ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ച് കൊണ്ട് എൻ്റെ ഭൗതിക ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഭൂമിയിലുള്ള ജീവിതകാലം മുഴുക്കെ. പക്ഷെ അതേസമയം മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺട്രോൾ, അതായത് നിങ്ങളുടെ ആത്മീയ ശരീരത്തിന്റെ കൺട്രോളിലാകില്ല നിങ്ങളുടെ ഭൗതിക ശരീരം. അവിടെ അള്ളാഹുവാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വനശ്ഹദു അർജുലഹും എന്ന് പറയുന്ന സൂറത്തു യാസീനിലുള്ള വചനം നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതായത് അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഈ അവയവത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഭൂമിയിൽ വെച്ച് ഞാൻ ഹറാമ് ചെയ്തത്, പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്കെതിരെ സാക്ഷ്യം പറയുന്നതെന്ന് അതായത് അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തോട് ചോദിക്കുന്ന ഒരു സന്ദർഭം പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു സംഭവം നമുക്ക് സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു
വിശദീകരിക്കുന്നുണ്ട്. വിജയികളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്മാമൻ ഊതിയ കിതാബഹു ബിഷിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ. അവിടെ രണ്ട് വിഭാഗത്തെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്ന ഒരു വിഭാഗം, അതേപോലെ തന്നെ ഇടത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്ന ഒരു വിഭാഗം. ഈ രണ്ട് വിഭാഗത്തെ അള്ളാഹു സൂചിപ്പിക്കും. അപ്പം വലത് കൈയിൽ വാങ്ങിയവരാണ് വിജയികളെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും വലത് കൈ നീട്ടും, പക്ഷെ നീട്ടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ ആത്മാവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ നിയന്ത്രണത്തിലാകില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അവിടെ ഭൂമിയിലുള്ളതുപോലെ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള ചുരുക്കം. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു വിചാരണ ചെയ്യും. വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് നൽകിയ ഈ മുഖംമൂടി, അതായത് ഈ ഭൗതിക ശരീരമാകുന്ന മുഖംമൂടിയിലുള്ള ഓരോ അവയവങ്ങൾ എന്നുള്ളത് ഈ നമ്മുടെ ആത്മാവിനുള്ള ഈ കവറിങ്ങിൽ നമുക്ക് നൽകിയ ഓരോ ഈ അമാനത്താകുന്ന ഓരോ അവയവങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ സാക്ഷ്യം പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ സമഅ വൽ ബസറ കുല്ലു ഉലൈക കാന മസ്ഊല, ഓരോന്ന് ചോദ്യം ചെയ്യപ്പെടും. അപ്പം കണ്ണ് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ നീ നൽകിയ ഈ കണ്ണെന്നുള്ള അമാനത്ത് ആത്മാവാകുന്ന ഇവൻ, അതായത് യഥാർത്ഥത്തിലുള്ള ഇവൻ എന്നെ നിന്നെക്കുറിച്ചുള്ള നല്ല സ്മരണകൾ നിലനിർത്താൻ മാത്രമാണ് ഉപയോഗിച്ചതെന്ന് അള്ളാഹുവിനോട് മറുപടി. അതേപോലെ തന്നെ കാല് മറുപടി പറയും, അള്ളാഹുവെ നീ ഇവന്റെ ശരീരത്തിൽ നീ നൽകിയ അമാനത്താകുന്ന എന്നെ ഇവൻ ഉപയോഗിച്ചത് നിന്നെക്കുറിച്ചുള്ള സ്മരണകൾ നിലനിർത്തുന്ന സദസ്സിലേക്ക് നടക്കാൻ അല്ലെങ്കിൽ പള്ളിയിലേക്ക് നടക്കാനുമാണ് എന്നെ ഉപയോഗിച്ചതെന്ന് ഓരോ അവയവങ്ങളും അവിടെ വെച്ച് അള്ളാഹുവിനോട് സാക്ഷ്യം പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അന്ന് നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ ശരീരം സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ശരീരം നമ്മളെ നന്മയിലേക്കാണ് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സത്യത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും ഈ തത്വശാസ്ത്രം അല്ലെ ഫിലോസഫിയൊക്കെ ലോകത്ത് രൂപപ്പെടാനുള്ള കാരണം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ മനസ്സിലുള്ള ഈ ഒരു അന്വേഷണ ത്വരയാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവാണ്. ഈ സമാധാനവും സത്യവും നന്മയും എല്ലാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മീയ ശരീരമാണ്. ഭൗതിക ശരീരം എപ്പോഴും നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ദുനിയാവിലേക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ദുനിയാവിൻ്റെ പിറകെ പോകാനുള്ള കാരണം? ഞാൻ പറഞ്ഞു, നമ്മൾ പൂർണ്ണമായിട്ട് ആസ്വദിച്ച് നമുക്ക് ശീലമുള്ളത് ദുനിയാവാണ്. ദുനിയാവ് പൂർണ്ണതയിൽ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഭൗതിക ശരീരത്തിന് പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് ദുനിയാവാണ്. അതേസമയം ആഖിറത്ത് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ശരീരത്തിന് ലഭിക്കാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പൂർണ്ണതയിൽ നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത് യഥാർത്ഥത്തിൽ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ പരലോകത്തെത്തുന്ന സമയത്ത് മാത്രമാണ്. നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തി, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ കാരണം നമുക്ക് ശാന്തി നിലനിർത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ സത്യമാണ്. അപ്പോൾ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു വചനമുണ്ട്, യഥാർത്ഥത്തിൽ രണ്ട് സ്വർഗമുണ്ട്. ദുനിയാവിലൊരു സ്വർഗമുണ്ട്, മരണാനന്തര ജീവിതത്തിലൊരു സ്വർഗമുണ്ട്. ഈ ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാൾക്ക് മാത്രമേ മരണാനന്തര ജീവിതത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, ദുനിയാവിലെ സ്വർഗം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അള്ളാഹുവിനെ കുറിച്ച് സ്മരണ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദുനിയാവിൽ സ്വർഗീയ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ജീവിതം നയിച്ച ആൾക്ക് മാത്രമേ, അതായത് നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ കർമ്മങ്ങളും നമ്മളെ സ്വർഗീയമായിട്ടുള്ള ഒരു അനുഭൂതി നമുക്ക് സൃഷ്ടിക്കാൻ നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു സ്വർഗം നൽകുമെന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്യമുണ്ട്. അപ്പോൾ അതായത് ദുനിയാവിൽ നമുക്ക് സുഖങ്ങളും നമ്മുടെ ആത്മീയ ശരീരത്തിന് സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അതേസമയം ദുനിയാവ് നമുക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കാനും സാധിക്കുന്നുണ്ട്. ദുനിയാവ് മധുരമുള്ളതല്ലേ? തീർച്ചയായിട്ടും മധുരമുള്ളതാണ്. ദുനിയാവിൻ്റെ അനുഭവങ്ങൾ എന്നുള്ളത് മധുരിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതേസമയം ആ ദുനിയാവിൻ്റെ അനുഭവങ്ങളൊന്നും ശാശ്വതവുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫതമത്തഉ ഫിൽ ഹയാത്തി ദുനിയ ഖലീല, ദുനിയാവ് എന്നുള്ളത് ഉത്തമമാണ്, പക്ഷേ അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരാൾ ചായ കുടിക്കുന്നത് ശീലിച്ച് പല ആളുകൾ പല രൂപത്തിലാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രമേഹമൊക്കെ വന്നതിന് ശേഷം പല രൂപത്തിലാണ് പല ആളുകൾ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഈ പ്രമേഹ രോഗികൾക്കായിട്ടുള്ള ഒരു ഷുഗർ ഉണ്ട്, ഒരു പഞ്ചസാര. ഈ പഞ്ചസാരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കഠിനമായിട്ടുള്ള മധുരമായിരിക്കും. ആ പഞ്ചസാര ശീലിച്ചൊരു വ്യക്തിക്ക് പിന്നീട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഞ്ചസാര ഇട്ട് ചായ കൊടുത്ത് അദ്ദേഹത്തിന് ചായ ആസ്വദിക്കാൻ സാധിക്കില്ല. കാരണം
ഈ പ്രമേഹ രോഗികൾക്കായിട്ട് ലഭിക്കുന്ന ഈ സ്റ്റിവിയ എന്ന് പറയുന്ന ഒരു ഇലയിൽ നിന്ന് തെക്കേ അമേരിക്കയിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇലയുണ്ട്. ആ ഇലയെ സംബന്ധിച്ച് അവർ പറയുന്നത് ആ ഇല ഒന്ന് വായിലിട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂറോളം അതിൻ്റെ മധുരം വായിൽ അനുഭവിക്കാൻ സാധിക്കുന്ന അത്ര മധുരമുള്ള കഠിനമായിട്ടുള്ള മധുരം. പക്ഷെ അത് 100% പ്രകൃതിദത്തവുമാണ്, അതിൽ കലോറി ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പഞ്ചസാര ഇട്ട് സ്ഥിരമായിട്ട് നമ്മൾ ചായ കുടിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന അതേ പഞ്ചസാര ഇട്ട് അത് എത്ര ഇട്ട് കൊടുത്താലും ആ മനുഷ്യന് ആ ചായ അത് അനുഭവിക്കാൻ സാധിക്കൂല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇപ്പോൾ നമ്മൾ പഴവർഗ്ഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വെച്ച സമയത്ത് നല്ല മധുരമുള്ളൊരു മാങ്ങയുണ്ട്, ഒരു ആപ്പിളുണ്ട്. ആപ്പിളും മധുരമുള്ളതാണ്. പക്ഷെ ഏതെങ്കിലും ഒരാൾ ആദ്യം മാങ്ങ ഭക്ഷിച്ചതിന് ശേഷം ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ ആസ്വദിക്കാൻ കഴിയില്ല. ആപ്പിൾ മധുരമില്ലാത്തതായിട്ട് അനുഭവപ്പെടും. പക്ഷെ അതേസമയം അദ്ദേഹം ആദ്യം ആപ്പിൾ കഴിച്ചതിന് ശേഷമാണ് മാങ്ങ കഴിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രണ്ടും ആസ്വദിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ഈ മധുരം പറയുന്നതെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുകയുണ്ടായി, ഇന്ന ദുനിയ ഹുൽവ ഖദിറ, ദുനിയാവ് എന്നുള്ളത് മധുരമുള്ളതും അതേസമയം പച്ചപ്പുള്ളതുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ദുനിയാവിനെ മധുരം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ ഹദീസിൽ വിശദീകരിക്കുന്നത്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ തന്നെ 3 കാര്യങ്ങളെ വിശദീകരിച്ചതിന് ശേഷം ആ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജദ ഹലാവത്തൽ ഈമാൻ, അയാൾക്ക് ഈമാന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ അതും മധുരം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഈ 2 മധുരം എന്നുള്ളത്, ഒന്ന് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ മധുരം, അതാണ് ദുനിയാവിന്റെ മധുരം. മറിച്ച് ഇവിടെ ഹലാവത്തൽ ഈമാൻ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് നമ്മുടെ ആത്മീയ ശരീരത്തിന്റെ മാധുര്യമാണ്. അപ്പോൾ ഈ 2 മാധുര്യവും ഒന്ന് നമുക്ക് പൂർണ്ണമായി, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ പഞ്ചസാരയുടെ ഉദാഹരണം പറഞ്ഞു, ഒന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മരണാനന്തര ജീവിതത്തെ ആസ്വദിക്കാൻ, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ദുനിയാവിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും. ദുനിയാവ് മധുരമുള്ളതല്ലേ? തീർച്ചയായിട്ടും മധുരമുള്ളതാണ്. പക്ഷെ ആ മധുരം എന്നുള്ളത് പോലും പലപ്പോഴും പല കൈപ്പേറിയ അനുഭവങ്ങൾക്ക് ശേഷമാണ് മധുരം ലഭിക്കുക. അപ്പോൾ നെല്ലിക്കൊക്കെ ഭക്ഷിക്കുന്നത് പോലെ, നെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നീട് നമുക്ക് അതിന് മധുരം അനുഭവപ്പെടും. അതേപോലെ തന്നെ ദുനിയാവിൽ ഒരാൾ മധുരം അനുഭവിക്കുന്നത് ഒരുപാട് പ്രയാസപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നത്. അത് തന്നെ ശാശ്വതവുമല്ല, വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമേ അദ്ദേഹത്തിന് അത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീൽ എന്ന് പറഞ്ഞു, വളരെ കുറച്ച് മാത്രമേ അത് അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ദുനിയാവിന് മധുരം നൽകിയിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നൽകേണ്ടതാണ്. അത് നൽകിയിരുന്നെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം അർത്ഥവത്താകുന്നുള്ളൂ. അപ്പോൾ ദുനിയാവ് ഒരു ആകർഷണം ഇല്ലാത്തതായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്വർഗത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആയത്തുകളിൽ സ്വർഗീയ സുഖങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൂറത്തുർ റഹ്മാനിലൊക്കെ നമ്മൾ സ്വർഗീയമായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച്, ഹോർലിങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം, അവരുടെ കണ്ണ് വിടർന്ന കണ്ണുകളും മാറിടങ്ങളെല്ലാം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആകർഷണമുള്ളതാകണം, എങ്കിലേ ഈ വിശദീകരണം അർത്ഥവത്താകുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ആയത്തെല്ലാം നമ്മളെ ആകർഷിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഈ രൂപത്തിലുള്ള ആകർഷണങ്ങളെല്ലാം അല്ലെങ്കിൽ മധുരം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കാനുള്ള ഹലാലായ മാർഗവും അള്ളാഹു നൽകി. ആ ഹലാലായ മാർഗത്തിലൂടെ അത് നമ്മൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്ന മരണാനന്തര ജീവിതത്തിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. അതല്ല ഒരാൾ ഹലാലല്ലാത്ത രൂപത്തിലാണ് പോകുന്നതെങ്കിൽ അയാൾ പിന്നീട് അവിടെ നരകാവകാശിയായി മാറുകയും ചെയ്യും. അപ്പോൾ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കണം. ഈമാനോടുകൂടെ അനുഭവിക്കുമ്പോൾ മാത്രമേ ദുനിയാവിലെ സുഖങ്ങൾ പോലും നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നുള്ളൂ. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞു, ആത്മീയമായിട്ടുള്ള ശരീരം നമ്മളെ നന്മയിലേക്കാണ് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരം ആ പ്രചോദനങ്ങൾ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് എത്തിച്ചേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ഹദീസ് കൂടെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയം എന്നുള്ളത് അത് പൂർണ്ണ ശുദ്ധമായ രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്. പിന്നീട് നിങ്ങൾ ഓരോ തെറ്റ് ചെയ്യുന്ന സമയത്തും പിന്നീട് ആ ഹൃദയത്തിലേക്ക് ഒരു കറുത്ത പുള്ളി വീഴും. പിന്നീട് നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു കറുത്ത പുള്ളി വീഴും. പിന്നീട് അതായത് നമ്മുടെ ആത്മീയ ശരീരത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഓരോ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഓരോ കറുത്ത പുള്ളി വീഴും. അതേസമയം നന്മ ചെയ്യുമ്പോൾ വെളുത്ത പുള്ളിയും
അവിടെ വീഴും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തെറ്റിൽ മുഴുകി ജീവിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം കറുത്ത് പിന്നീട് അദ്ദേഹം പൂർണ്ണമായിട്ടും തെറ്റിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിസുന്ദരമായിട്ടൊരു ഹദീസിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആത്മീയ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് വേണ്ട ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ദുനിയാവിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കും. ആത്മീയ ശരീരത്തിന് വേണ്ട ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ ദിക്റുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളും പരിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള പാരായണങ്ങളും. ഇത് നിരന്തരം നിലനിർത്തിയാൽ മാത്രമേ ഈ ആത്മീയ ശരീരം നമ്മളെ നേരായ മാർഗത്തിൽ നയിക്കുകയുള്ളൂ. അത്തരത്തിൽ നിലനിർത്തി ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതത്തിൽ സൗഭാഗ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ സൗഭാഗ്യം കൈവരിക്കുന്നത്. അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും നാളെ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സമയത്ത് വിജയിയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പക്ഷേ ഇൻഷാ അള്ളാഹ് പിന്നീട് ഇതേ വിഷയത്തിൽ തന്നെ പിന്നീട് ഇൻഷാ അള്ളാഹ് അത് വിശദീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.